തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നാണ് ആവശ്യം. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചികിത്സാ നിഷേധമുണ്ടായിട്ടില്ലെന്നും പ്രാഥമിക ചികിത്സ നൽകിയെന്നും ആശുപത്രി അധികൃതർ ആവർത്തിക്കുമ്പോഴാണ് കുടുംബം പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. മരിച്ച ബിസ്മിറിന് പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം പരാതിയായി പറയുന്നു. കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് കുടുംബത്തിന്റെ ആവശ്യം. നിർണായക CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതിന് പിന്നാലെ വിവിധ സംഘടനകളുടെ പ്രതിഷേധവും ശക്തമാണ്. BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. നീതി കിട്ടണം. ഇത് യുവമോർച്ചയുടെ ഐതിഹാസിക സമരമായിട്ട് മാറും. ഈ സമരത്തിൽ നിന്ന് യുവമോർച്ച ഒട്ടം പിന്നോട്ട് പോവില്ല. ഇത് എത്ര ജീവൻ പോയാലും ഈ സമരത്തിൽ ഇവിടെ ഇത് തൊട്ടടുത്ത ആശുപത്രി വെച്ചിട്ട് ഇവർ പറയുന്നത് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന പ്രാഥമികമായ ചികിത്സ നടത്താൻ ആശുപത്രി ഉണ്ടായിട്ടും മാത്രമല്ല ഒരു പരിക്ക് പറ്റിയ ഒരാളുടെ ചികിത്സ തീരുമാനിക്കേണ്ടത് ആശുപത്രി തീരുമാനിക്കേണ്ടത് പോലീസാണ്. അതേസമയം ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കാട്ടാക്കട MLA IB സതീശന്റെ വിശദീകരണം. ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് തന്നെ റിപ്പോർട്ട് ലഭ്യമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു മുൻവിധിയും വേണ്ട. ജനുവരി 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് കൊല്ലങ്കോണം സ്വദേശി ബിസ്മിറിനെ ആശുപത്രിയിലെത്തിക്കുന്നത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു കൊല്ലങ്കോണം സ്വദേശി ബിസ്മിറിന്റെ മരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.